ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ 9th നമ്മൾ ചാപ്റ്റർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. സോ ദാറ്റ് ഈസ് ബോയൻസി. What is buoyancy? So നമ്മൾ ലിക്വിഡ് പ്രഷർ എന്താണെന്ന് പഠിച്ചു അല്ലെ. എന്താണ് ലിക്വിഡ് പ്രഷർ എന്നും ഏറ്റവും കൂടുതൽ ലിക്വിഡ് പ്രഷർ വിൽ ബി ഇൻ ദ ബോട്ടം സൈഡിലാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടാ എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്രഷർ വിൽ ബി ഇൻക്രീസിങ്. പ്രഷർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അഥവാ ആഴം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിക്വിഡ് പ്രഷർ കൂടുമെന്നും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വലിയ ടേം ആണ്, വെരി ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഇസ് ബോയൻസി. അപ്പൊ എന്താണ് ബോയൻസി? നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ബോയൻസി? എന്താണ് ബോയൻസി എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷെ നമ്മളൊന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, സോ when a body is immersed in a fluid, what is fluid? Liquids and gases. ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Okay, when a body is immersed in a fluid, it experience an upward thrust. Okay, an upward thrust or a force. Thrust അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും an upward thrust or a force, that is buoyant force. This phenomena of fluid is called buoyancy. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ബോയൻസി എന്ന് പറയുന്നു. This buoyant force tending to counterbalance the weight of this body acting vertically downwards. Okay, so what is actually buoyancy? എന്താണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായത്? That mean നമ്മൾ ഒരു ബോഡി എനിത്തിങ്, നിങ്ങൾ ഒരു പുഴയിൽ പോവുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു റിവറിലോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിലോ നിങ്ങളൊരു ബോളോ ഒരു ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു സാധനം നമ്മുടെ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അത് അതേ സാധനം നിങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതിന് വെയിറ്റിന് എന്തെങ്കിലും നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മള് ഇൻ വാട്ടർ, വെള്ളത്തിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു ഭാരമുള്ള ഒരു സാധനം നമ്മൾ എയറിൽ വെക്കുമ്പോഴും അതേ ഭാരമുള്ള സാധനം നമ്മൾ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോഴും അതിന്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. എവിടെ? ഇൻ വാട്ടർ. വെള്ളത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെക്കുമ്പോൾ അതിന്റെ ഭാരം ആര് കൂടെ നമുക്ക് ഇതാക്കും? വെള്ളം കൂടി അതിനെ ഒന്ന് താങ്ങി നിർത്തും. അതുകൊണ്ട് നമുക്ക് അത്ര വെയിറ്റ് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി അതാണ് സത്യം. നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ബോഡിയുടെ വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ആ ബോഡിയെ വെള്ളം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, നിങ്ങൾ വീടുകളിൽ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നിങ്ങളൊരു മഗ് നമ്മൾ തിരിച്ചിടാന്ന് വിചാരിക്കാം. ജസ്റ്റ് തിരിച്ചിടുക, അതിനുശേഷം നന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും തിരിച്ച് ഒരു ഒപ്പോസിങ് ഫോഴ്സ് മുകളിലേക്ക് ഇങ്ങനെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ തിരിച്ചിടുന്നു, നന്നായിട്ടൊന്ന് ഇമ്മേഴ്സ് ചെയ്യാൻ ശ്രമിച്ചേ, ഒരിക്കലും അത് ഇമ്മേഴ്സ് ആവില്ല. അതിന് പകരം ഒരു മുകളിലേക്ക് എന്തോ ഒരു ഫോഴ്സ്, ഇങ്ങനെ മുകളിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒരു സിറ്റുവേഷൻസ് ആണ്. ഈ ബോയൻസി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ്. വെള്ളത്തിന് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് എന്താ? ബോയൻസി. ദാറ്റ് മീൻ ഒന്നുമില്ല, വെരി സിമ്പിൾ. ഓക്കെ, ഇതൊരു ബീക്കർ ആണെന്ന് എടുക്കുക. ഓക്കെ, ഇതൊരു ബീക്കർ ആണ് ആൻഡ് ഒരു വാട്ടർ ഇൻസൈഡ്, വെള്ളം ഇതിനുള്ളിലുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഭാരമുള്ള വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഭാരമുള്ള, അത്യാവശ്യം മാസുള്ള, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു ബോഡി ഒരു ഫ്ലൂയിഡ്സിൽ ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി. ഓക്കെ, ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ അഥവാ ലിക്വിഡ് എന്ത് ചെയ്യും? അതിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് ലിക്വിഡ്സിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. എന്താ ചെയ്യുക? The liquid will exert a force on this object. ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ലിക്വിഡ് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുക്കും. ദാറ്റ് മീൻ ഈ ലിക്വിഡിന്, ആ ഒബ്ജക്റ്റിനെ ലിക്വിഡ് ഒന്നിങ്ങനെ താങ്ങി നിൽക്കും.
ഓക്കെ, ദാറ്റ് മീൻ നമ്മള് ഈ ഒരു ഒബ്ജക്റ്റിനെ ലിക്വിഡ് ഇങ്ങനെ ഒരു ഒപ്പോസിങ് അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഇങ്ങനെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സിന് പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. എന്താണ്? ദ അപ്വേർഡ് ഫോഴ്സ്. ഓക്കെ, ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്, നമ്മളെ ലിക്വിഡ് നൽകുന്ന അപ്വേർഡ് ഫോഴ്സിന് പറയുന്ന പേരാണ് എന്താ? ബോയന്റ് ഫോഴ്സ്. ഈ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഒബ്ജക്റ്റ് എന്താണ്, കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നതായിട്ട്, കുറച്ച് വെയിറ്റ് ഇല്ലാത്തതുപോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വെയിറ്റ് ഇല്ലാത്തതായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ബോയൻസി. Okay, very simple. The liquid is exerting pressure on an object. ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ലിക്വിഡ് എന്ത് ചെയ്യാണ്? പ്രഷർ എക്സേർട്ട് ചെയ്യാണ്. അത് എങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്നത്? ഇൻ വിച്ച് ഡിറക്ഷൻ? അപ്വേർഡ് ഡിറക്ഷൻ. അപ്വേർഡ് ഡിറക്ഷനില് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. അതിന് പറയുന്ന പേരാണ് ബോയൻസി. ദിസ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, ലിക്വിഡ്സിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ബോയൻസി നമുക്ക് എന്തുണ്ട്? ബോയൻസിക്കും യൂണിറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ന്യൂട്ടൺ. ബിക്കോസ് ലിക്വിഡ് ഈസ് ഗിവിംഗ് എ പ്രഷർ. ലിക്വിഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. സോ ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് വാട്ട്? ന്യൂട്ടൺ. സോ ദ ബോയൻസിയുടെ നമ്മുടെ യൂണിറ്റും എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ആ കാര്യം നോക്കുക. സി യു ക്യാൻ സി, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ ആൻ ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റ്. ഇമ്മേഴ്സ്ഡ് ആയിട്ട് മുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മുങ്ങിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് വെള്ളം എന്ത് ചെയ്യും? എല്ലാ ഡിറക്ഷനിലേക്കും ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ? ഫോഴ്സ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ വെള്ളം എന്ത് ചെയ്യാറുണ്ട്? വെള്ളം ഒരു അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് മീൻ ഒരു അപ്വേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ഈ അപ്വേർഡ് ഫോഴ്സ് നമ്മൾ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ബോയൻസി. എന്താണ്? ദാറ്റ് ഈസ് ബോയൻസി. എന്നാൽ നേരെ തിരിച്ച് അതേ എമൗണ്ട്, ഈക്വൽ എമൗണ്ട് ആയിട്ട് നിങ്ങൾ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെ അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മുങ്ങിയിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റും പൊങ്ങിക്കിടക്കണ്ടേ? എന്തോ ഒരു ഫോഴ്സ് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒബ്ജക്റ്റ് മുകളിലേക്ക് പൊങ്ങി നിൽക്കണ്ടേ അല്ലെങ്കിൽ മുകളിലേക്ക് പോകണ്ടേ? എന്നാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബോയൻസി എത്രയാണോ കൊടുക്കുന്നത് അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചൊരു ഗ്രാവിറ്റേഷണൽ പുള്ള് വഴി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിനൊരു മോഷൻ സംഭവിക്കില്ല. ഈ ഒരു ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കില്ല? മോഷൻ സംഭവിക്കില്ല. പക്ഷെ നമുക്ക് വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ബോയൻസി. ബോയൻസി എപ്പോഴും എങ്ങനെ ആയിരിക്കും? അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കുമെന്ന് ചിന്തിക്കുക. ഓക്കെ, സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും why objects float or sink when placed on a surface of water. ചില ഒബ്ജക്റ്റുകൾ പൊങ്ങിക്കിടക്കാറുണ്ട്, എന്നാൽ ചില ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? താഴ്ന്നു കിടക്കാറുമുണ്ട്. ദാറ്റ് മീൻസ് സിങ്ക്, മുങ്ങിപ്പോകാറുമുണ്ട്. അതെന്തുകൊണ്ടാ? എല്ലാ ഒബ്ജക്റ്റുകളും വെള്ളത്തിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കില്ലേ? ശ്രദ്ധിക്കുക, ചില ഒബ്ജക്റ്റുകൾ, അപ്പൊ നിങ്ങൾ പറയും ഒരു കല്ലെടുത്ത് ഞാൻ അതിനൊരു കടലിലേക്ക് എറിയാണ്. ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിയുന്നു, എന്താ സംഭവിക്കുക? താഴ്ന്നു പോകുന്നുണ്ട്. എന്നാൽ വലിയൊരു കപ്പൽ, നമ്മുടെ കല്ലിനേക്കാൾ എത്രയോ വലുപ്പമുള്ള ഒരു കപ്പൽ എന്താണ്? കടലിലൂടെ വളരെ സുഖമായിട്ട് ഫ്ലോട്ട് ചെയ്തു പോകുന്നു. അതിനുള്ള കാരണം എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? Let's see. If the buoyant force is greater than the weight, then the body floats. എന്താണ്? When the buoyant force, what's buoyant force എന്ന് പറയുന്നത്? ഈ buoyant force എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കപ്പലിലേക്ക് നമ്മൾ ഈ വാട്ടർ ഇങ്ങോട്ടേക്ക് നൽകുന്ന ഫോഴ്സ് ആണ്. വെള്ളം കപ്പലിലേക്ക് നൽകുന്ന ഫോഴ്സ് ആണ്. ആ കപ്പലിലേക്ക് നൽകുന്ന ഫോഴ്സ് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? ആ നമ്മുടെ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, നമ്മളെ ഒബ്ജക്റ്റിന്റെ ഈ ഒരു കപ്പലിന്റെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ is greater than the weight of the body. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് ഫ്ലോട്ട് ചെയ്യും. എന്ത് സംഭവിക്കും? ഇത് ഫ്ലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏരിയ കൂട്ടിക്കൊടുക്കുക.
ഏരിയ കൂട്ടി കൊടുക്കുമ്പോ അത്രയും ഏരിയയിലേക്ക് എന്ത് പോകുന്നുണ്ട്? ഫോഴ്സ് പോകുന്നുണ്ട്. ബോയന്റ് ഫോഴ്സ് എന്ത് പോകുന്നുണ്ട്? ബോയന്റ് ഫോഴ്സ് പോകുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ബോയന്റ് ഫോഴ്സ് കൂടുതലാണ് നമ്മുടെ വെയിറ്റിനേക്കാളും, നമ്മുടെ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനേക്കാളും ബോയന്റ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. എന്നാൽ നമ്മളെ വെയിറ്റിനേക്കാളും ബോയന്റ് ഫോഴ്സ് കുറവാണെങ്കിലോ അതെന്ത് ചെയ്യുക? നമ്മൾ ആ ഒബ്ജക്റ്റ് ഇറ്റ് വിൽ സിങ്ക്. Okay, and vice versa. Like a rubber cock float, whereas iron nail sinks. ആണല്ലോ അല്ലെ? ഒരു അയൺ നെയിൽ സിങ്ക് ചെയ്യും, പക്ഷെ റബ്ബർ കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ബോയന്റ് ഫോഴ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സ് ഓഫ് വാട്ടർ, വെള്ളം നൽകുന്ന, ലിക്വിഡ്സ് നൽകുന്ന അപ്വേർഡ് ഫോഴ്സ് ആണ് ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ബോയന്റ് ഫോഴ്സിനേക്കാൾ കൂടുതലാണ് വെയിറ്റ് എങ്കിൽ അത് സിങ്ക് ചെയ്യും. ബോയന്റ് ഫോഴ്സിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. സോ അതുകൊണ്ടാണ് ചില ഒബ്ജക്റ്റുകൾ ഫ്ലോട്ട് ചെയ്യാനും ചില ഒബ്ജക്റ്റുകൾ സിങ്ക് ചെയ്യാനുമുള്ള കാരണം. ക്ലിയർ ആണല്ലോ? സോ ബോയൻസി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ദ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. When a body is immersed fully or partially, when a body, ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ മുങ്ങി നിൽക്കാം, അല്ലെങ്കിൽ കുറച്ച് പകുതി മാത്രം മുങ്ങി നിൽക്കാം, എങ്ങനെയാണെങ്കിലും ഇൻ എ ഫ്ലൂയിഡ് ഇറ്റ് എക്സ്പീരിയൻസ് ആൻ അപ്വേർഡ് ഫോഴ്സ്, മുകളിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആൻ upward force that is equal to the weight of fluid, that is equal to the weight of fluid displaced by it, weight of fluid displaced by it. Upthrust force or a buoyant force is equal to weight of fluid displaced by a body, that is equal to weight of body in air minus weight of body in fluid. Very important one. Okay. അപ്പൊ നിങ്ങൾ നോക്കുക, എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരു ബോഡി, ഓക്കെ, എനി ബോഡി, ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫ്ലൂയിഡ്സിൽ മുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് മുങ്ങിയിരിക്കുന്നു, എങ്ങനെയാണെങ്കിലും ഓക്കെ, അവിടെ നമ്മൾ ഒരു എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് നമ്മൾ ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ആണല്ലോ. ഈ ബോയന്റ് ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ ആർക്കിമിഡീസ് പറയുന്നത് ഇങ്ങനെയാണ്, ദ ബോയന്റ് ഫോഴ്സ്, അവിടെയുള്ള ബോയന്റ് ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ജസ്റ്റ് ഓക്കെ, ഇങ്ങനെ ഒരു ക്യാൻ ഉണ്ട്. യുറേക്ക ക്യാൻ. നമ്മള് യുറേക്ക, ദാറ്റ് മീൻ ആർക്കിമിഡീസ് ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയപ്പോൾ യുറേക്ക എന്ന് വിളിച്ചിരുന്നു. സോ ഇതിന് നമ്മൾ യുറേക്ക ക്യാൻ എന്നാണ് പറയാ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള ഒരു ക്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് ഇസ് യുറേക്ക ക്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ദിസ് ഇസ് ആൻ എക്സ്പെരിമെന്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊരു യുറേക്ക ക്യാൻ ആണ്. ഇതിലേക്ക് വെള്ളം നിറച്ചിരിക്കുകയാണ്, അല്ലെ? വെള്ളം ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ലെവലിൽ വെള്ളമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെള്ളമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ബ്ലോക്ക്, ഒരു അയേൺ ബ്ലോക്ക് ഞാൻ ഈ ഒരു വെസലിലേക്ക് ഇടുകയാണ്. ഒരു അയേൺ ബ്ലോക്ക് ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു അയേൺ ബ്ലോക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യാണ്. ഈ അയൺ ബ്ലോക്ക് ഇട്ടതിന് ശേഷം, ഒരു അയൺ ബ്ലോക്ക് ഞാൻ ഇവിടെ ഇട്ടതിന് ശേഷം എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നേ? അയൺ ബ്ലോക്ക് ഇട്ടതിന് ശേഷം എന്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു. നിങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, കാക്ക വെള്ളത്തിലേക്ക് ഇട്ടുള്ള സ്റ്റോറി, അല്ലെ? അതേപോലെ തന്നെ ഒരു സാധനം നമ്മൾ ഒരു ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ. ആ ഇൻക്രീസ് ചെയ്ത വാട്ടറിന്റെ എമൗണ്ട്, ഈ വെള്ളം ഇതിലൂടെ ട്രാവൽ ചെയ്ത് ഒരു വെസലിലേക്ക്,
ഒരു വെസലിലേക്ക് കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത വെള്ളം, ദാറ്റ് മീൻ എക്സ്ട്രാ ഉണ്ടായ ലെവൽ, ഓക്കെ, ഒരു ബ്ലോക്ക് ഒരു വെസലിലേക്ക് ഇട്ടു, യുറേക്ക ക്യാനിലേക്ക് ഇട്ടു. ആ യുറേക്ക ക്യാനിലേക്ക് ഇട്ടപ്പോ എന്റെ വാട്ടർ ലെവൽ ഇൻക്രീസ് ആയി. ആ ഇൻക്രീസ് ആയ എത്രമാത്രമാണോ ഇൻക്രീസ് ആയത്, ആ ഇൻക്രീസ് ആയ വെള്ളം ഇതിലൂടെ കളക്ട് ചെയ്യപ്പെട്ടു, ഈ ഒരു വെസലിലേക്ക് കളക്ട് ചെയ്യപ്പെട്ടു. ആ കളക്ട് ചെയ്യപ്പെട്ട വെസലും അവിടെയുള്ള ബോയന്റ് ഫോഴ്സും ഈക്വൽ ആണ് എന്നാണ് ആർക്കിമിഡീസ് പറയുന്നത്. എന്താണ് ഇവിടെ കളക്ട് ചെയ്യപ്പെട്ട ആ വാട്ടർ ലെവൽ എത്രത്തോളം ഇൻക്രീസ് ചെയ്തു, ആ ഇൻക്രീസ് ചെയ്ത വാട്ടർ ലെവലും അഥവാ നമ്മൾ കളക്ട് ചെയ്ത വെള്ളവും നമ്മുടെ ബോയന്റ് ഫോഴ്സും ദാറ്റ് വിൽ ബി ഈക്വൽ എന്നാണ് ആര് പറയുന്നത്? ആർക്കിമിഡീസ് പറയുന്നത്. അഥവാ നമുക്ക് ഇങ്ങനെയും നമുക്ക് പറയാൻ പറ്റും, എന്താണ്? ദ വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ. അപ്പൊ നമുക്ക് ബോയൻസി ഇങ്ങനെയും കണ്ടെത്താൻ പറ്റും. ബോയൻസി ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? നമ്മളൊരു ഒബ്ജക്റ്റ് എയറിൽ നമ്മൾ എത്രയാണ് വെയിറ്റ് എന്ന് നോക്കുക. ഓക്കെ, നമ്മളെ ബോഡി ജസ്റ്റ് കൺസിഡർ ഒരു കല്ല് നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്ത് നിങ്ങൾ എത്രയാണ് വെയിറ്റ്, ഒരു 50 ന്യൂട്ടൺ ആണ് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. എന്നാൽ അതേ ഒരു ഭാരം, അതേ ഒരു നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ബ്ലോക്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, this is a piece of block. ഇതൊരു പീസ് ഓഫ് ബ്ലോക്ക് ആണ്. ഓക്കെ, ഇതൊരു സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്ത് ഞാൻ എന്താണ് അളക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് ഞാൻ ഒന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാനൊന്ന് മെഷർ ചെയ്തു. ഈ ഒരു ഇതിന് എത്രയാണ്? ഒരു 5 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം ഇൻ എയർ. ഓക്കെ, എയറിൽ ഞാൻ ജസ്റ്റ് ഒരു സ്പ്രിംഗ് ബാലൻസ് എടുക്കുന്നു. ആ ബ്ലോക്കിന്റെ വെയിറ്റ് എനിക്ക് കിട്ടിയ എത്രയാണ്? ഇൻ എയർ, എയറിലുള്ള വെയിറ്റ് ആണ് എത്ര? 5 ന്യൂട്ടൺ. എന്നാൽ ഇതേ ഒരു കട്ട ഞാൻ എന്തിനാക്കി? വെള്ളത്തിലാക്കി ഞാൻ വെച്ചു, ഇൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിന്റെ അകത്താണ് ഇപ്പൊ എന്റെ ഇതുള്ളത്. എന്നാൽ അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാൻ എന്താണ് ഞാൻ നോക്കുകയാണ്. ഓക്കെ, അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഇപ്പോ എന്റെ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? വാട്ടറിലാണ് അല്ലെ. അപ്പൊ വെള്ളത്തിലായിരിക്കുമ്പോ എനിക്ക് ഇവിടെ റീഡിങ് കിട്ടിയത് 3 ന്യൂട്ടൺ എന്നാണ്. എത്ര കിട്ടിയത്? 3 ന്യൂട്ടൺ എന്നാണ് കിട്ടിയത്. ദാറ്റ് മീൻ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടെയുള്ള ബോയൻസി നമുക്ക് കണ്ടുപിടിക്കാം? ദാറ്റ് മീൻ വെള്ളം എന്താണ് ബോയൻസി എന്ന് പറയുന്നത്? ഈ വെള്ളം, ഈ ഒരു ലിക്വിഡ് നമ്മുടെ ഈ ഒബ്ജക്റ്റിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും അല്ലെ. ആ അപ്വേർഡ് ഫോഴ്സ് എത്രയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ബോയൻസി എന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ബോയൻസി കണ്ടുപിടിക്കാം? വെരി സിമ്പിൾ. വെയിറ്റ് ഓഫ് ബോഡി ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ബോഡി ഇൻ ലിക്വിഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ബോയൻസി കണ്ടുപിടിക്കാൻ പറ്റും? ബോയൻസി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ ഒരു കേസിൽ ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ. എയറിൽ എത്ര വെയിറ്റ് നമുക്ക് കിട്ടിയത്? 5 ന്യൂട്ടൺ അല്ലെ. 5 ന്യൂട്ടൺ മൈനസ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ. എയറിൽ എത്രയാ നമുക്ക് ഉണ്ടായിരുന്നത്? സോറി, വാട്ടറിൽ എത്രയാ ഉണ്ടായിരുന്നത്? 3 ന്യൂട്ടൺ. ദാറ്റ് ഈസ് 2 ന്യൂട്ടൺ is the buoyancy. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ബോയന്റ് ഫോഴ്സ് അഥവാ ഈ ഒരു വെള്ളത്തിൽ ഉണ്ടായിരുന്ന ബോയൻസി എത്രയാണ്? 2 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ എങ്ങനെ നമ്മൾ ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന മനസ്സിലായല്ലോ? The buoyancy, the weight of object in air minus weight of object in water. സിമ്പിൾ. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബോയൻസി കണ്ടുപിടിക്കാൻ 2 തരത്തിലുണ്ട്. ആർക്കിമിഡീസ് കണ്ടുപിടിച്ചിട്ടാണ് ആദ്യം എന്ത്? ഡിസ്പ്ലേസ് ചെയ്തത്. എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബോയൻസിയോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ആർക്കിമിഡീസ് പറയുന്നത്. എത്രത്തോളം ലെവല് കൂടി, എത്രത്തോളം പുറത്തേക്ക് വെള്ളം വന്നു, അതിനോട് ഈക്വൽ ആയിരിക്കും ബോയൻസി. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ദ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ. അപ്പൊ നമുക്ക് കിട്ടും അവിടുത്തെ ബോയൻസി എത്രയാണ്? 2 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? അപ്പൊ ഇതാണ് ബോയൻസി. വെരി ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് വെച്ച് നിങ്ങളൊരു കാര്യങ്ങള് മനസ്സിലാക്കുക. സി, ഇതാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഒരു എയർ,
എയറിൽ കൺസിഡർ ചെയ്യുക 7 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, വാട്ടർ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് എത്രയാണ് ഒരു നമുക്ക് വെയിറ്റ് നോക്കിയപ്പോ നമുക്ക് കിട്ടിയത് 3 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി ദ ബോയൻസി? എന്തായിരിക്കും ബോയൻസി? ബോയൻസി വിൽ ബി എന്തായിരിക്കും? ദ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ വാട്ടർ. എത്രയായിരിക്കും? ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിലുള്ള ബോയൻസി എത്രയായിരിക്കും? 5 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ഓക്കെ, സോ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. വാട്ട് ഇസ് ബോയൻസി? ദ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ഈസ് എക്സേർഡ് ബൈ ലിക്വിഡ്സ് ഓർ ഫ്ലൂയിഡ്സ്. അതാണ് എന്ത്? ബോയൻസി. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ വാട്ട് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി? എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് നമുക്ക് അറിയാലോ. വാട്ട് ഇസ് ഡെൻസിറ്റി ആക്ച്വലി? മാസ് ബൈ വോളിയം അല്ലെ? വാട്ട് ഇസ് ഡെൻസിറ്റി? മാസ് ബൈ വോളിയം. അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വാട്ട് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി? എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ ടേം റിലേറ്റീവ്? ഒന്നിനെ കമ്പയർ ചെയ്ത് മറ്റൊന്നിന്റെ ഡെൻസിറ്റി നമ്മൾ പറയുകയാണ്. അതാണ് എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ലിക്വിഡ്, ഫ്ലൂയിഡ്സ്, സോളിഡ്, എനിത്തിങ് എല്ലാവർക്കും എന്തുണ്ട്? ഡെൻസിറ്റീസ് ഉണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ വോളിയം, അതാണ് നമ്മുടെ ഡെൻസിറ്റി പറയുക. സോ റിലേറ്റീവ്, വാട്ട് ഇസ് ആക്ച്വലി a റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു പെർട്ടിക്കുലർ നമ്മളൊരു സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്ത് വെക്കുന്നത്. മീൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കാര്യത്തിന്റെ ഡെൻസിറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനെ കമ്പയർ ചെയ്ത് നമ്മൾ ബാക്കിയുള്ളതിന്റെ ഡെൻസിറ്റി നമ്മൾ ഇങ്ങനെ പറയുകയാണ്. ദാറ്റ് മീൻ വി ആർ റിലേറ്റിംഗ് ഓർ വി ആർ ആക്ച്വലി കമ്പയറിംഗ്. ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ കമ്പയർ ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഈ റിലേറ്റീവ് ഡെൻസിറ്റി ഈ ഒരു കേസിൽ, നമ്മൾ ഇന്നത്തെ ഒരു കേസിൽ നമ്മൾ വാട്ടറിനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഒരു രീതിയിൽ വെക്കുക. ദാറ്റ് മീൻ വെള്ളത്തിനെ കമ്പയർ ചെയ്ത് ഹണിയുടെ ഡെൻസിറ്റി എത്ര? വെള്ളത്തെ കമ്പയർ ചെയ്ത് കെറസിന്റെ ഡെൻസിറ്റി എത്ര? വെള്ളത്തിനെ കമ്പയർ ചെയ്ത് സലൈൻ വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? ബ്രൈൻ സൊല്യൂഷന്റെ ഡെൻസിറ്റി എത്ര? വെള്ളത്തിനെ കമ്പയർ ചെയ്ത് പെട്രോളിന്റെ ഡെൻസിറ്റി എത്ര? ലൈക്ക് ദാറ്റ്. ഇതിന് നമ്മൾ എന്ത് പറയും? റിലേറ്റീവ് ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ? സോ ഒന്നിനെ കമ്പയർ ചെയ്ത് മറ്റൊന്നിന്റെ ഡെൻസിറ്റി പറഞ്ഞു. അതൊരു ആക്ച്വൽ വാല്യൂ ആണോ? അല്ല. നമുക്കറിയാം ഓരോ ലിക്വിഡ്സിനും എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അല്ലെ? ഡെൻസിറ്റിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. പക്ഷേ ദ റിലേറ്റീവ് ഡെൻസിറ്റി മേ ചേഞ്ച്. എന്ന് വെച്ചാൽ നമുക്കറിയാം വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ് അല്ലെ? എന്നാൽ കെറസിൻ്റെത് ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 810. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 810 ആണ് കേട്ടോ കെറസിൻ്റെത്. അപ്രോക്സിമേറ്റ്ലി 810 ആണ് എന്താ കെറസിൻ്റെത്. I think and for the brine solution and നമ്മുടെ ഉപ്പുവെള്ളത്തിന് 1025 ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മള് ഇതൊക്കെയാണ് നമ്മുടെ ഫിക്സഡ് ഡെൻസിറ്റി വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. എന്നാൽ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ നമ്മുടെ കെറസിന്റെ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുകയാണ്. വെള്ളത്തിനെ കമ്പയർ ചെയ്ത് നമ്മൾ കെറസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുമ്പോൾ അതിനൊരു വാല്യൂ കിട്ടും. എന്നാൽ നമ്മൾ വെള്ളത്തിനെ കമ്പയർ ചെയ്യാതെ ഉപ്പുവെള്ളത്തിനെ കമ്പയർ ചെയ്ത് കെറസിന്റെ വാല്യൂ പറയുമ്പോഴോ അപ്പൊ നമുക്ക് വാല്യൂ മാറുമല്ലോ. അതെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ആയിരിക്കില്ല, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ എന്തിനെ വെച്ചാണോ മറ്റൊന്നിനെ കമ്പയർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും അതിന്റെ വാല്യൂ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, so നോക്കുക, the relative density of a substance is defined as the ratio of density of a substance to the density of water. ഏതൊരു സബ്സ്റ്റൻസ് ആയിക്കോട്ടെ അതിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ the density of water. Okay, what is the density of water? That is 1000. Okay, the relative density is equal to the density of a substance divided by the density of water. It has no unit. And എന്തില്ല? യൂണിറ്റ് ഇല്ല. It's a value. ഒരു വാല്യൂ മാത്രമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് യൂണിറ്റ് ഇല്ലാത്തത്? മുകളിലും താഴെയിലും ഡെൻസിറ്റി തന്നെയാണ്.
മനസ്സിലായോ? Because see, this is a density of a kerosene. This is a density of a saline water. നിങ്ങൾ നോക്കിയേ, മുകളിലും ഡെൻസിറ്റി ആണ്, താഴെയും ഡെൻസിറ്റി ആണ്. അപ്പൊ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ദർ ഇസ് നോ യൂണിറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് യൂണിറ്റ് ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ നമ്മുടെ റേഷ്യോയിലൊന്നും എന്ത് ഉണ്ടായിരിക്കില്ല, യൂണിറ്റ് ഉണ്ടാവാത്ത കാരണം എന്താണ്? രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതലാണ് റിലേറ്റീവ് ഡെൻസിറ്റി എങ്കിൽ ആ ബോഡി സിങ്സ്, ആ ബോഡി എന്ത് ചെയ്യും? മുങ്ങും. ഓക്കെ, ഇനി റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, ആ ബോഡി ഫ്ലോട്ട്. എന്ന് വെച്ചാൽ വെള്ളവും നമ്മുടെ ഓയിലും ഞാൻ എടുക്കുകയാണ്. ഓക്കെ, വെള്ളവും ഓയിലും. അങ്ങനെയാണെങ്കിൽ ഓയിൽ നമുക്ക് അറിയാം എന്താണ്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക അല്ലെ. അതിന് കാരണം എന്താണ്? നമുക്ക് ഈ നമ്മള് മാത്തമാറ്റിക്കലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫ്ലോട്ട് ചെയ്യൂ സിങ്ക് ചെയ്യൂ നമുക്ക് മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാളും കുറവാണെങ്കിൽ, റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നിനേക്കാളും കുറവാണെങ്കിൽ, 1നേക്കാൾ കുറവെന്നാണ് 0.something ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ കുറവാണെങ്കിൽ എന്തായിരിക്കും? ആ ബോഡി ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. ഓക്കെ, ഒന്നിനേക്കാൾ കുറവ് 0.5, 0.2 എന്നൊക്കെ വാല്യൂ കിട്ടാൻ ഉറപ്പിക്കുക. ദാറ്റ് വിൽ ബി എന്തായിരിക്കും? അത് ഫ്ലോട്ട് ചെയ്യും. എന്നാൽ 1നേക്കാൾ കൂടുതൽ 1.5, 1.2 എന്ന രീതിയിലെങ്കിൽ 1 ഒക്കെയാണെങ്കിൽ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്യും. 1നേക്കാൾ കൂടുതലാണെങ്കിൽ അത് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും, മുങ്ങി നിൽക്കും. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഓയിൽ എന്ന് പറയുന്നത് ഫ്ലോട്ട് ചെയ്യാണ്. നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് അറിയാം അല്ലെ, വെള്ളത്തിലേക്ക് നമ്മൾ ഓയിൽ ഇടുമ്പോ നമുക്ക് ഓയിൽ എന്താണ്? ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1നേക്കാൾ കൂടുതലായിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും? 1നേക്കാൾ കുറവായിരിക്കും അല്ലെ. 0 ലെവലിൽ വരും. ആ 0 ലെവലിൽ വന്നാൽ മാത്രമേ ആ ബോഡി എന്ത് ചെയ്യുള്ളൂ? ഫ്ലോട്ട് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? മനസ്സിലായല്ലോ? വെരി സിമ്പിൾ. റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് എന്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത്, ജസ്റ്റ് കൺസിഡർ കെറസിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു എന്റെ കെറസിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 810 ആണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറസിൻ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഏതാണോ നമ്മുടെ ബോഡി അതിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വെള്ളത്തിന്റെ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നമുക്ക്? 0.810. 0.8 ആണ്. 0.8 എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് എന്റെ കെറസിൻ എന്ത് ചെയ്യും മക്കളെ? ഫ്ലോട്ട് ചെയ്യും. എന്റെ കെറസിൻ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് എ 0.8. 1നേക്കാൾ താഴെയാണ്, 1നേക്കാൾ കുറവാണ്. സോ അത് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. വെരി സിമ്പിൾ. മനസ്സിലായോ? ഇങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡെൻസിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കുക, വി ഹാവ് സോ മെനി മെറ്റീരിയൽസ്. നമുക്ക് കുറെ മെറ്റീരിയൽസും അതിന്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. നോക്കി ഇതിൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാലോ അല്ലെ. നോക്കുക, മെറ്റീരിയൽസ്, ദ റിലേറ്റീവ് ഡെൻസിറ്റീസ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആൽക്കഹോൾ നമുക്ക് ഇതായിരുന്നു പറയാൻ പറ്റും. ആൽക്കഹോളിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 0.79. ദാറ്റ് ഈസ് എന്ത് ചെയ്യും? വെള്ളത്തിലിടുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. നമുക്ക് നോക്കാം. നെക്സ്റ്റ് അലൂമിനിയം 2.67, കോപ്പർ 8.94, കോക്ക് 0.24 ആണ്. വെള്ളത്തിലിടുമ്പോൾ അത് പൊങ്ങിക്കിടക്കും. Ebony, that's a wood, 1.33. Ether 0.74. Glycerin 1.26. Glycerin ഒക്കെ എന്താണ്? 1.26 ആണ്. Gold 19.30. Iron 7.20 and iron 7.79. Lead 11.35. Marble, മെർക്കുറി, അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. വാട്ടറിന് നോക്കിയേ 1 ആണ് കേട്ടോ. വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് 1. ഓക്കെ, ഇത് തന്നിരിക്കുന്ന റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 0 പോയിന്റ് ഉള്ള എല്ലാ മെറ്റീരിയൽസും
0 പോയിന്റ് ഉള്ള എല്ലാ മെറ്റീരിയൽസും ഫ്ലോട്ട് ചെയ്യും, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. എന്നാൽ 1നേക്കാൾ കൂടുതലുള്ള എല്ലാ ഒബ്ജക്റ്റും വെള്ളത്തിൽ സിങ്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറെ ഉണ്ട്. പ്ലാറ്റിനം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം, സിൽവർ, ടിൻ, യുറാനിയം, സിങ്ക്, ഇതൊക്കെ എന്ത് ചെയ്യും? സിങ്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ റിലേറ്റീവ് ഡെൻസിറ്റി. വെരി സിമ്പിൾ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നതിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. യൂണിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? നമ്മളിപ്പോ ഒരു സിൽവറിന്റെ പ്രോബ്ലം ചെയ്തു അല്ലെ, സോറി നമ്മുടെ കെറസിന്റെ പ്രോബ്ലം ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാകും, അതിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ടാകും. നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ബോയൻസിയും നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അപ്പൊ നമ്മുടെ കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും നോക്കി കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്.